ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടി പരാതിക്കാരൻ ചീഫ് സെക്രട്ടറിക്കാണ് അഭിഭാഷകൻ നെയ്യാറ്റിങ്കര പി നാഗരാജ് കത്ത് നൽകിയത്. അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി അന്വേഷണം പക്ഷപാതപരമായി നടത്തിയെന്നാണ് ആരോപണം. 3 മാസത്തിനകം സർക്കാർ മറുപടി നൽകണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ടാണ് വിവാദങ്ങളുടെ തുടക്കം. ഈ റിപ്പോർട്ട് തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി തുടർ നടപടിക്ക് വിജിലൻസിന് നിർദ്ദേശവും നൽകി. എന്നാൽ ഇത് ഹൈക്കോടതി പിന്നീട് റദ്ദാക്കി. സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാരിന്റെ അനുമതി വേണമെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പരാതിക്കാരനായ അഭിഭാഷകൻ നെയ്യാറ്റിങ്കര പി നാഗരാജ് ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വേണമെന്നാവശ്യപ്പെട്ട നാഗരാജ് ഇതുവരെ നടന്ന അന്വേഷണം പക്ഷപാതപരമായിരുന്നെന്ന് ആരോപിച്ചു. കോടതിയിൽ തെളിവുകൾ എത്തുന്നത് തടയാൻ അന്വേഷണ സംഘം ശ്രമിച്ചു. കേസ് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥരെല്ലാം അജിത് കുമാറിനേക്കാൾ താഴെയുള്ള റാങ്കിലായത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. അജിത് കുമാറിനുള്ള സ്വത്തുവകകളെക്കുറിച്ച് റവന്യൂ വകുപ്പിൽ നിന്ന് വിവരങ്ങളെടുക്കാൻ വിജിലൻസ് തയ്യാറായിട്ടില്ലെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട്. കത്തിൽ 3 മാസത്തിനകം ചീഫ് സെക്രട്ടറി മറുപടി നൽകണം. ഈ മാസം 27-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നുമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.